അനീസ് കലവറയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇന്ന് ഒരു നോൺ വെജ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കണ്ടേക്കണേ. എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി വെക്കുന്നുണ്ട്. അതിനായി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പിൻ്റെ അളവിൽ 1 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലോറും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ ഇഞ്ചിയും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളകും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് സോയാ ചങ്ക്സ് നമ്മൾ തിളപ്പിച്ച് ഊറ്റി പിഴിഞ്ഞെടുത്ത് ക്രഷ് ചെയ്താണ്, അതൊരു 1/4 കപ്പ്. അതേപോലെ തന്നെ കക്ക വേവിച്ച് എടുത്തത് അതും 1/4 കപ്പ് ക്രഷ് ചെയ്താണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ പൊട്ടറ്റോ വേവിച്ച് ഉടച്ചതാണ്, അതും ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചതാണ്, അത് ഒരു 1/2 കപ്പ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം കൈയും കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉരുട്ടി എടുത്താൽ മതി. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ വടയില്ലേ, ഈ പരിപ്പ് വടയൊക്കെ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒന്ന് ഉരുട്ടിയതിന് ശേഷം കയ്യിലൊന്ന് വെച്ച് പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും. ഇനി എല്ലാം ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററിലേക്ക് മുക്കി കൊടുക്കാം. ഇനി ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടൊന്ന് കോട്ട് ചെയ്താൽ മാത്രം മതി. എല്ലാം ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കട്ടെ. അതിനുശേഷം നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് 2 വശവും നന്നായിട്ട് മുരിവിച്ച് എടുക്കണം. നല്ല ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ടതിന് ശേഷം ഒന്ന് കുറച്ചിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്താൽ നമ്മുടെ അടിപൊളി സ്നാക്സ് ഇവിടെ തയ്യാറായി കിട്ടും. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.